ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه من سليمان وإنه بسم الله الرحمن الرحيم. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പുലർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളും ഓർമ്മകളും. അത് വിശുദ്ധ ഖുർആൻ അടിക്കടി വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഏത് നല്ല കാര്യവും ആരംഭിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുമുണ്ട്. നമുക്കറിയാം എന്തിനാണ് ബിസ്മി എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം മുസ്തഈനൻ ബില്ലാഹ്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഭാവി അല്ലാഹുവിന്റെ കയ്യിലാണ്. എത്രയൊക്കെ ഒരു കാര്യം നാം പ്ലാൻ ചെയ്താലും അള്ളാഹുവിന്റെ തൗഫീഖും അവന്റെ സഹായവും ഉണ്ടെങ്കിൽ ഒരു കാര്യം വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ബിസ്മിയുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും അള്ളാഹുവോട് സഹായം തേടിയിട്ടേ ചെയ്യാം. അതാണ് ബിസ്മില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മുസ്തഈനൻ ബില്ലാഹ് മുൽതസിമൻ അൽ ബറക. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത്, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം അത് ലഭിച്ചെങ്കിലേ, അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് ഉണ്ടെങ്കിലേ അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കാര്യം ആരംഭിക്കുമ്പോൾ വിശ്വാസികൾ, മുസ്ലിങ്ങൾ ബിസ്മില്ല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വാക്യം ബിസ്മില്ല എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ നാം ഓതാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിന്റെ മുൻപ് നാം ചെല്ലുന്ന അഊദു അത് ഫാത്തിഹയുടെ ഭാഗമല്ല. ഇസ്തിആദത്തിന് വേണ്ടി പിശാചിൽ നിന്ന് അല്ലാഹുവിൽ ശരണം തേടുവാൻ വേണ്ടി നാം ചെല്ലുന്ന വാക്യമാണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാക്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അത് ഫാത്തിഹയുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് ഇഖ്റ ബിസ്മി
റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലാനുള്ള ഒരു പ്രേരണ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വാക്യം അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ എവിടെയും ബിസ്മി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത് വിശുദ്ധ ഖുർആൻ ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ. ഫകുലൂ മിമ്മാ ദുകിറ സ്മല്ലാഹി അലൈഹി, ഒരു വിശ്വാസിക്ക് കഴിക്കൽ തിന്നൽ അനുവദനീയമായിട്ടുള്ള മാംസം, അത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെട്ട മാംസമാണ്. അപ്പൊ ഒരു ജീവിയെ, ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അത് ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കുന്നതാണ്, അങ്ങനെയാണ് അറുക്കേണ്ടത്. അങ്ങനെ അറുത്ത മാംസമാണ്, ജീവിയുടെ മാംസമാണ് ഒരു വിശ്വാസിക്ക് ഹലാലാകുക എന്നുള്ളത് സുഹൃത്തുക്കളാണ് ആമിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരുപാട് സന്ദർഭത്തിൽ ഇപ്പോ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലുണ്ടാക്കി അതിൽ കയറുന്ന സാഹചര്യം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് വഖാല ഇർകബൂ ഫീഹാ, നിങ്ങൾ ആ വാഹനത്തിൽ കയറുക, ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ, അള്ളാഹുവിന്റെ നാമത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതിന്റെ സഞ്ചാരം പൂർത്തിയാക്കി അത് നങ്കൂരമിടാൻ വേണ്ടി പോകുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാണ്. അങ്ങനെ എവിടെയും അള്ളാഹുവിന്റെ നാമം പറയുക, അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക. അതിന്റെ ഹുക്മ പണ്ഡിതന്മാര് പറയുന്നത് അത് ദീനിൽ സുന്നത്താക്കപ്പെട്ട അഥവാ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, അന്ന അത്തസ്മിയത ഇൻദ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ, ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മി ചൊല്ലുക എന്നുള്ളത് മുസ്തഹബാണ് അഥവാ സുന്നത്താണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. തബറുക്കൻ ബിഹാ വസ്തിശ്ആറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുസയ്യിർ ലിദാലിക്കൽ അമലി വൽ മുഈനു അലൈഹി, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാഹു ഈ കാര്യത്തെ അവന് എളുപ്പമാക്കി തരണമെന്ന ആഗ്രഹത്തോടു കൂടി അവനോട് സഹായമർത്ഥിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ഒരു നല്ല കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് ബിസ്മി ചെല്ലുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി. ഇപ്പോ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചില ദിക്റുകൾക്ക് ചില ദുആകൾക്കൊക്കെ നമ്മൾ പഠിക്കണം, അത് ചൊല്ലണം, കുറച്ച് പ്രയാസം ഉണ്ടാകും. എന്നാൽ ബിസ്മി എന്ന് പറയുന്നത്, ബിസ്മില്ല എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി പറയാവുന്ന ഒരു വാക്യമാണ്. അത് പറയാന്നുള്ളത്, ഏതൊരു കാര്യവും ആരംഭിക്കുമ്പോൾ അത് ചൊല്ലുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അത്രയും ഈസിയായ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്നത്താക്കിയിരിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും എല്ലാം അത് കാണാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഔദ്യോഗികമായ കത്തുകൾ എഴുതുമ്പോൾ ആ കത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് ചേർക്കുമായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രാജാക്കന്മാർക്ക് കത്തെഴുതിയിട്ടുള്ളത്. പല രാജാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതുമായിരുന്നു. ആ കത്തിന്റെ ഒക്കെ തുടക്കത്തിൽ ഈ വാക്യം ചേർക്കുമായിരുന്നു. മാത്രമല്ല, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം പറയുന്നത് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച വാക്യം സൂറത്തുൽ നംലിലെ 30-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നഹു മൻ മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽക്കീസ് രാജ്ഞിക്ക് എഴുതുന്ന കത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതിയ വാചകം ഇന്നഹു മിൻ സുലൈമാൻ, സുലൈമാനിൽ നിന്നാണ്. വ അന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം ചേർത്തുകൊണ്ടാണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽക്കീസ് രാജ്ഞിക്ക് കത്തെഴുതിയത്. അങ്ങനെ കത്തുകളുടെ തുടക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പൂർണ്ണ രൂപം ചേർക്കാറുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിൽ സഹായം തേടുന്നു, എന്റെ പ്രവൃത്തിയും ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു, ഇതിന്റെ വിജയത്തിനും ബർക്കത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിലേക്ക് തിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഒന്നാമത്തേത് ഞാൻ അള്ളാഹുവിൽ സഹായം തേടുന്നു, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ആരംഭിക്കുന്നു, മൂന്നാമത്തേത് ഇതിന്റെ വിജയവും പൂർത്തീകരണവും ചെയ്തു തരേണ്ടത്, നിർവഹിക്കേണ്ടത് അള്ളാഹുവാണ്. ഇത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബിസ്മില്ല എന്ന ഒരു കൊച്ചു വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് പറയുന്ന ഹസനായ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വായിക്കാൻ സാധിക്കും, കുല്ലും ബ്രിഇൻ ദീ ബാലിൻ
ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും അത് അബ്തറാണ്. എന്ന് വെച്ചാൽ അനുഗ്രഹമില്ല. അബ്തർ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വാലറ്റത്. ഇന്ന ഷാനിയൊക്കെ അബ്തർ ഖുർആനിൽ പറയുന്നുണ്ട്. അവിടെ അതിന്റെ അർത്ഥം ആ തലമുറ നശിച്ചു പോയി. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹമില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഒരു കാര്യം നമ്മൾ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിലല്ല ആരംഭിക്കുന്നതില്ലെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ നിയമത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുകയില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തസ്മിയത്തുല്ലാഹി തആല, അള്ളാഹുവിന്റെ നാമം ചൊല്ലുക എന്നുള്ളത് മശ്റൂഅത്തുൻ ഫീ കുല്ലി അമലിൻ വ ഖൗലി, ഏതൊരു വാക്കും ഏതൊരു പ്രവൃത്തിയും ആരംഭിക്കുമ്പോൾ ബസ്മല എന്നാണ് സാങ്കേതികമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് പറയും. ഇസ്തിആദത്ത് എന്നുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളതിന്റെ പേരാണ് എന്നതുപോലെ ബസ്മല എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ പേര്. ആ ബസ്മല ചെല്ലുക എന്ന് പറയുന്നത്, അഥവാ ബിസ്മി ചെല്ലുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുവാൻ കാരണമാകുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹുവിന്റെ നാമം അത് ചെല്ലിയാൽ ഏതൊരു ചെറിയ കാര്യത്തിലും വർധനവുണ്ടാവുകയും അതേപോലെ തന്നെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞില്ല, ഭയപ്പാട് നീങ്ങിക്കിട്ടും. ഇപ്പോ ചെറിയ ടെൻഷൻ ഉള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക, ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആണ്, ഒരാളോട് സംസാരിക്കാൻ പോവാണ്, ഒരു സംരംഭം തുടങ്ങുകയാണ്, അവിടെയൊക്കെ നമുക്ക് എന്താകും എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. കാരണം നമുക്കറിയില്ലല്ലോ ഓരോ കാര്യത്തിന്റെ ഭാവി എന്താ. ഇപ്പൊ കൊറോണയുടെ തൊട്ട് മുമ്പ് ബിസിനസ് തുടങ്ങിയ ആൾക്കാർ കൊറോണ അങ്ങോട്ട് വന്നപ്പോ ഭാവി അള്ളാന്റെ കയ്യിൽ പലർക്കും പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലും സംഭവിക്കാം. അപ്പൊ അവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താകുമെന്നുള്ളൊരു ഭയപ്പാടുണ്ടാകുമ്പോൾ ബിസ്മി ചൊല്ലി ആരംഭിക്കുമ്പോൾ ആ ഭയപ്പാട് നീങ്ങിക്കിട്ടും. ഒരു വലിയ ആശ്വാസം അതിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും ബിസ്മി ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, ഖുർആൻ നിർദ്ദേശിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലിയതിന്റെ പ്രാർത്ഥനകളിൽ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന നമ്മൾ സാധാരണ ചെല്ലാനുള്ള പല റിപ്പോർട്ടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു റിപ്പോർട്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വിശ്വാസി, ഒരു മുസ്ലിം അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനല്ലാതെ ഒരാൾക്കും യാതൊരു ശക്തിയുമില്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലുക. അപ്പൊ നമ്മൾ ആലോചിക്കാം, ഇന്നിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് ചൊല്ലിയോ, ഈ പ്രാർത്ഥന ചൊല്ലിയോ? നമുക്ക് അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ, ആശങ്കകൾ ഇല്ലാതിരിക്കാൻ, ടെൻഷൻ ഇല്ലാതിരിക്കാൻ. അതാണല്ലോ നമ്മള്, എന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യണത് ഞാനല്ല, എനിക്ക് മുകളിൽ ഒരാളുണ്ട്, ഓനെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സുഖമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറ്റിയാലും പേടിക്കാറില്ല, ഞാൻ പടച്ചവനെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്. ആ ഒരു തവക്കുലിന്റെ സുഖം, അതാണ് ഇസ്ലാമിക മനഃശാസ്ത്രം ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലായിരുന്നു വീട്ടിൽ ഇറങ്ങിയിരുന്നത്. ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബനാ തവക്കൽനാ. ബിസ്മില്ലാഹി വലജ്നാ, അല്ലാഹുവിന്റെ പേരിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു, വ ബിസ്മില്ലാഹി ഖറജ്നാ, അല്ലാഹുവിന്റെ പേരിൽ തന്നെ ഞാൻ പുറപ്പെട്ടിരിക്കുന്നു, വ അലല്ലാഹി റബ്ബനാ തവക്കൽനാ, അള്ളാഹുവിന്റെ, എന്റെ രക്ഷിതാവായ റബ്ബിന്റെ മേലിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ പറഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. കാല ശൈത്താൻ, വീട്ടില് പിശാച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ശൈത്താൻ പറയും, ലാ മബീത ലക്കും വലാ അശാ. പിശാച് തന്റെ കൂട്ടുകാരോട് പറയുന്ന, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് കയറിയാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ, പിശാച് തന്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമല്ല, നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനും പറ്റൂല. എന്ന് വെച്ചാൽ ഈ വീട് അള്ളാഹുവിനെ ഓർക്കുന്ന വീടാണ്. ഇവിടെ ശൈത്താന് സ്വൈരവികാരം നടത്താൻ പറ്റുന്ന വീടല്ല എന്ന് ശൈത്താൻ കൂട്ടുകാരനോട് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതാണ് ഇതിന്റെയൊക്കെ ഭൗതികമായി. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. പടച്ചോനെ, ഞാൻ പടച്ചോന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്, അൽഹംദുലില്ലാ, ഞാൻ പടച്ചോന്റെ പേര് ചൊല്ലിയിട്ടാണല്ലോ കയറിയത് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു ആശ്വാസം. ഇനി വീട്ടിലെ മര്യാദ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റത്തു അൽ ഇനാഅ,
രാത്രി നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കി പോകുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യണം? പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. അതേപോലെ തന്നെ പാനപാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കണം. നോക്കി നിങ്ങൾ 14 നൂറ്റാണ്ട് മുൻപ്. ഇന്നിപ്പോ അതിന്റെ പ്രസക്തി ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ചെയ്യാറുണ്ടല്ലോ. വൈഫ് ഹസ്ബൻഡിനോടും ഹസ്ബൻഡ് വൈഫിനോടും തിരിച്ചു മറിച്ചും പറയും. ചിലപ്പോൾ മക്കളോട് പറയും ഉറപ്പിച്ചാലോട്ടോ, നോക്കിയാലോട്ടോ, കുറ്റിട്ടുണ്ടല്ലോ. അന്ന് 14 നൂറ്റാണ്ട് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. പാത്രം അടച്ചു വെക്കണം. പാത്രം അടച്ചു വെക്കാതിരുന്നാൽ ഇന്ന് വല്ല എന്തെങ്കിലും അസുഖം വരുമ്പോ, ഡെങ്കിപ്പനി വരുമ്പോ, മറ്റേ പ്രശ്നം വരുമ്പോ ഒക്കെ നമ്മൾക്ക് ആരോഗ്യ ക്ലാസുകൾ ഗംഭീരമായിട്ട് കിട്ടും. പാത്രങ്ങൾ ക്ലീൻ ആക്കി വെക്കണം, അടച്ചു വെക്കണം, ഫുഡ് തുറന്നു വെക്കാൻ പാടില്ല, തുറന്നു വെച്ചത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ പറയാൻ തുടങ്ങിയത് ആരോഗ്യശാസ്ത്രം, വൈദ്യശാസ്ത്രം അടുത്ത കാലത്താണ്. ഇതൊന്നും വികസിച്ചിട്ടില്ലാത്ത ഇത്തരം വൈറസുകളും അതേപോലെ തന്നെ ബാക്ടീരിയകളൊന്നും അതിനെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാതിരുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പാത്രം അടച്ചു വെക്കുക, വെള്ളത്തിന്റെ തോൽപാത്രം അത് കെട്ടിവെക്കുക, അതേപോലെ തന്നെ ഡോറ് ശരിക്കും കുറ്റിയിടുക. സിറാജ, വിളക്കൂതുക. അന്നത്തെ കാലത്തെ വിളക്ക് ട്യൂബും ബൾബും അല്ല, തീ കത്തിച്ചിട്ടുള്ള വിളക്കാണ്. അത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അത് അടച്ചിട്ടേ കിടക്കാവൂ, ഇല്ലെങ്കിൽ തീ പടർന്നു പിടിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിളക്ക് വെക്കുക. ഇന്ന് ആ ട്യൂബ് ലൈറ്റിന് അതായത് ബാധകൾ. ഇന്നിപ്പോ നമുക്ക് ഒരു ലൈറ്റ് പുറത്തിട്ട് വെക്കുന്നതായിരിക്കും നമുക്ക് സൗകര്യം. കാരണം അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ സഹായം ഉണ്ട് കാണും. അപ്പൊ ആ നിലക്ക് ആ ഒരു ബൾബ് ഇതിനെതിരല്ല, അത് നമുക്ക് ചെയ്യാം. അതിലാണ് സുരക്ഷിതത്വം. അപ്പൊ ഇന്ന അടച്ചു വെച്ച പാത്രത്തിൽ നിന്ന് പിശാച്ച് പിന്നെ അതിന്റെ കെട്ട് അഴിക്കുകയില്ല. ബാബൻ, അങ്ങനെയുള്ള വാതിൽ പിശാച്ച് തുറക്കുകയില്ല. അങ്ങനെയുള്ള പാത്രം പിശാച്ച് ഓപ്പൺ ആക്കുകയില്ല. അന്ന് ദാരിദ്ര്യത്തിന്റെ കാല. പാത്രം അടച്ചു വെക്കാൻ അതിൽ കുറച്ച് വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം ബാക്കിയുള്ളതുണ്ട്, അത് അടച്ചു വെക്കാൻ വേറൊരു പാത്രങ്ങൾക്കില്ല. ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത കാലാണ്. ഒറ്റ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ കാലത്താണ്. അപ്പൊ അടച്ചു വെക്കാൻ നിങ്ങൾക്ക് പാത്രം ഇല്ലെങ്കിലോ നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു കൊള്ളിക്കഷ്ണെങ്കിലും വെക്കുക, ഒരു കമ്പെങ്കിലും വെക്കുക. അത് വെക്കുമ്പോൾ അള്ളാഹിനെ ഓർക്കുകയും ചെയ്യുക. അങ്ങനെ ഓർത്താൽ അള്ളാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇതാണ് വീട് രാത്രി വർക്ക് കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് കിച്ചണൊക്കെ ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെയൊക്കെ എത്ര തവണയാണ് ബിസ്മിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ നമുക്കറിയാം. ഇദാ അകല അദുക്കും ഫല്യദ്കുർ ഇസ്മല്ലാഹ്. ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർത്തിട്ടേ കഴിക്കാവൂ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടേ കഴിക്കാവൂ. അങ്ങോട്ട് ചെല്ലുക, തിരക്കി. കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ചിലപ്പോ ചിലർ ബിസ്മില്ലാ മറക്കാൻ ചിലപ്പോൾ മനുഷ്യയാണ് ചിലപ്പോൾ മറക്കാം. അങ്ങനെ മറന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പറഞ്ഞിട്ട് ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയാൻ പറ്റും. അപ്പോഴും എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പൊ ചെല്ലണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഗുലാം, ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവന് കുറച്ച് തിരക്ക്, കുട്ടികളല്ലേ ചിലപ്പോ കുറച്ച് ധൃതി കാണിച്ചു, അപ്പൊ ഇവർ ചെല്ലിയോന്ന് അറിയില്ല, അങ്ങനെ പെട്ടെന്ന് കഴിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കയ്യിൽ പതുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, യാ ഗുലാം, മുത്തേ മോനെ, സമ്മില്ല, ബിസ്മി ചൊല്ലി കഴിക്കടാ. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്. എല്ലായിടത്തും കൂടി എടുക്കല്ലേ, നിന്റെ ഭാഗത്ത് കഴിക്ക്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മര്യാദപൂർവ്വം, വളരെ സ്നേഹത്തോടെ, വളരെ സോഫ്റ്റ് ആയിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ചു ബിസ്മി ചൊല്ലിട്ട് കഴിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ള മര്യാദയാണ്. അതിൽ മാത്രമേ മറന്നാൽ എന്ത് ചെയ്യുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരിടത്തൊന്നും മറന്നാൽ എന്ത് എന്നുള്ള വിധി സാധാരണ നിൽക്കില്ല. ബിസ്മില്ലാ മറന്നിടത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ മറന്നാൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് സാധ്യത ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയുന്ന അള്ളാഹ് തന്നെയാണ് ഈ ഹുക്മ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ബിസ്മി ചെല്ലാൻ വേണ്ടി നമ്മൾ മറക്കാതിരിക്കുക. അഥവാ മറന്നാൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുക. ഇനി ദാമ്പത്യ ബന്ധം ആരംഭിക്കുമ്പോൾ തന്റെ ഭാര്യ അടുക്കലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ പറയണം ബിസ്മില്ലാ, അത് ചൊല്ലിയിട്ട് ആരംഭിക്കണം. അങ്ങനെ ചെയ്താൽ അവന് ജനിക്കുന്ന ആ സമയത്ത് അതിലൂടെ ഉണ്ടാവുന്ന ജനിക്കുന്ന കുഞ്ഞിനെ അള്ളാഹു പിശാചിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, പ്രത്യേകമായ ഒരു സംരക്ഷണം നൽകും എന്ന് പോലും വിശാചനം പഠിപ്പിച്ചു വെച്ചു. അങ്ങനെ ഓരോ കാര്യത്തിലും. പിന്നെ രാവിലെ വൈകിട്ട് ബിസ്മി ചൊല്ലേണ്ടത് എങ്ങനെ? മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വമസായി. ഒരു വ്യക്തി രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ലൈലത ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആരുടെ നാമം ചൊല്ലിയാലാണോ ഉപദ്രവം ഇല്ലാതാവുക അവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ അവന് യാതൊരു ഉപദ്രവം ഒന്നുണ്ടാവില്ല.
ആ രീതിയിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യത്തിൽ ബിസ്മിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ്, ബിസ്മി ചെല്ലാൻ വേണ്ടി ആവർത്തിച്ച് പറയാണ്, ഓരോ സ്ഥലത്തും ഇതിന്റെ മര്യാദ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, നിങ്ങൾ വാഹനത്തിൽ കയറാന്ന് പറയുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്, കുതിരയാണ്, അല്ലെങ്കിൽ കോവർ കഴുതയാണ്. ഏത് വാഹനത്തിൽ കയറാനും ഇന്ദ റുകൂഇ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വയുകബ്ബിറു സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് പോകുമ്പോൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിരിക്കും, എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറയും, കയറുമ്പോൾ തന്നെ ബിസ്മില്ലാ എന്ന് പറയും. പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്നുള്ള സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള പ്രാർത്ഥന കൂടാതെ തന്നെ 3 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയും. വയുകബ്ബിറു സലാസ 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കാരണം എന്താ? അള്ളാഹ് നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ അത് ബൈക്കിന്റെ മുകളിൽ കയറുകയാണെങ്കിലും, കാറിൽ കയറുകയാണെങ്കിലും, ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിലും, ട്രെയിൻ ആണെങ്കിലും ഒക്കെ ആ ബിസ്മില്ല, ഏതൊരു കാര്യവും അങ്ങനെ ആരംഭിക്കുമ്പോൾ അതിന്റെ ഒരു സേഫ്റ്റി നമ്മുടെ കയ്യിലല്ലല്ലോ. ഇതിന്റെ ഒരു നിയന്ത്രണം, യന്ത്രത്തിന് ജീവൻ ഒപ്പിച്ച സാധനം എന്തായിരിക്കും, ആരാ നിർത്തുക, എങ്ങനെയാ നിൽക്കുക, എവിടെയാ എത്തണം എന്നൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ അള്ളാഹ്ക്കേ അറിയുള്ളൂ ബാക്കി കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒരു തവക്കുല്, അവിടെ അള്ളാഹുവിനോടൊരു സഹായം ചോദിക്കല്, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആ പരിമിതി ഒന്ന് തുറന്ന് കാണിക്കല്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. വാഹനത്തിൽ കയറുമ്പോ ഇനി അടുത്ത് നോക്കൂ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹിയ. നമ്മുടെ ജീവൻ ഇപ്പോ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതാണ് ഖുർആൻ അനുസരിച്ച്. എങ്ങനെയാണ് അതിന്റെ രൂപത നമുക്കറിയില്ല. അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ആത്മാവിനെ അള്ളാഹു തിരിച്ചു കൊടുക്കും. അവര് പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ പിന്നെ പുലർച്ചെ അല്ലെങ്കിൽ പാതിരാത്രി ഉണരും. അല്ലാത്തവരുടെ ആത്മാവ് അള്ളാഹിന്റെ കയ്യിൽ തന്നെ. അപ്പൊ നമ്മള് ഉറപ്പിച്ച് പറയാണ്, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. അള്ളാഹുവെ, നിന്റെ പേരിലാണ് ഞാൻ മരിക്കുന്നത്. ഏതാണ് മരണം? ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഉറക്കം ഒരു മരണമാണ്. ഇന്നും ശാസ്ത്രത്തിന് കൃത്യമായി അറിയില്ല എന്താണ് ഉറങ്ങുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ജീവനുള്ള സമയത്തുള്ള എല്ലാ സാധനവും നമ്മിലുണ്ട്, പക്ഷെ ഉറങ്ങുമ്പോ എന്തോ നമുക്കൊന്ന് കുറയുന്നുണ്ട്. ഈ ഉറക്കും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ പറയുന്നത് ആത്മാവ് അള്ളാന്റെ കൈകളിൽ ഏൽപ്പിക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അത് തിരിച്ചു കൊടുക്കും, അവൻ ഉണർന്നെണീക്കും, അല്ലാത്തവന്റെ അള്ളാന്റെ കയ്യിൽ തന്നെ വെക്കും. ഉറക്കത്തിൽ മരിച്ചുപോയ സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പൊ നല്ല ബോധത്തോടെ ഇത് നമ്മളിങ്ങനെ പിന്നെ തോണ്ടി നീക്കി കുറച്ചു നേരം ഫേസ്ബുക്കിൽ പോയി, പിന്നെ കുറെ വാട്സപ്പ് നോക്കി, പിന്നെ ഇൻസ്റ്റേ കയറി, അങ്ങനെ ചിലരൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങില്ല. പിന്നെ ചിലത് വൈഫിൻ്റെ വന്നിട്ട് ഹസ്ബൻഡ് എടുത്തേക്കും, ഹസ്ബൻഡ് വന്നിട്ട് വൈഫ് എടുത്തേക്കും, ചിലത് താഴെ എടുക്കുന്നുണ്ടാവും, അവിടെ കിടക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ പിന്നെ ചൊല്ലാനുള്ളത് ചെല്ലിയോ, തീർക്കാനുള്ളത് തീർത്തോ, അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചോ? ഒരു വിശ്വാസി ചെയ്യേണ്ടത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ ഒരു ദിവസത്തെ അവസാനിപ്പിക്കേണ്ടത്. ഉറങ്ങാൻ കിടക്കും അങ്ങനെയാണ് ചെല്ലേണ്ടത്. ഇനി നമുക്കറിയാം, വുദു ചെയ്യുമ്പോൾ ആരംഭിക്കേണ്ടത്, കുളി തുടങ്ങുമ്പോൾ ആരംഭിക്കേണ്ടത് രണ്ടിനും ലാ വുദൂഅ ലിമൻ ലം യുദ്കർ ഇസ്മല്ലാഹി അലൈഹി. വുദു ചെയ്യുമ്പോൾ ഒരാള് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അവന് വുദു ഇല്ല. അപ്പൊ കൈ കഴുകിയാൽ വുദു ആവില്ല, മുഖം കഴുകിയാൽ വുദു ആവില്ല, കൊപ്പിളിച്ചത് കൊണ്ട് മാത്രം വുദു ആവില്ല. ഇന്ന് ജുമാക്ക് വുദു എടുത്തപ്പോ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞോ? പറയാറുണ്ടായിരിക്കും, പക്ഷെ ബോധപൂർവം പറഞ്ഞു. ചിലർ അതൊരു ആ ബോധപൂർവം പറയുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ഫീലിംഗ് കിട്ടുക, ഒന്ന് ടച്ച് ചെയ്യാം, ചെല്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുക. മറ്റതൊരു ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു യാന്ത്രികമായ രീതിയിൽ ചെല്ലിപ്പോയാൽ പോരാ. നമ്മൾ അറിഞ്ഞു ചെല്ലണം, മനസ്സറിയണം. ബിസ്മി ചെല്ലി, അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഞാനത് ചെല്ലിയല്ലോ, ഞാനത് അറിഞ്ഞോ. മറ്റേ നമ്മളിങ്ങനെ ഇപ്പോ പിന്നെ വണ്ടി ഓടുമ്പോൾ ഗിയർ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ഗിയർ മാറ്റും, അതങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റി പോവാണ്. മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക്, അയാൾ അറിയണില്ല, അയാൾ അങ്ങനെ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ തിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല പ്രാർത്ഥനകൾ ചെല്ലേണ്ടത്, അങ്ങനെയല്ല ദിക്ർ പറയേണ്ടത്. അത് അറിഞ്ഞുകൊണ്ടാണ് പറയേണ്ടത്. ആ രീതിയിൽ പറയുമ്പോഴാണ് അതിന് പ്രതിഫലാർഹമായി മാറുക. അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് ഇനി ബിസ്മില്ലാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നിലയ്ക്കും 2 സ്ഥലത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത്. ഒന്ന് കത്തെഴുതിയപ്പോ, രണ്ടാമത്തേത് ഖുർആൻ പാരായണം ചെയ്തപ്പോ. കത്തിന്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായിട്ട് എഴുതി, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു. അല്ലാത്തതിലൊക്കെ ബിസ്മില്ലാ എന്ന് മാത്രമേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതില്ല, ബിസ്മില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തും നിഅമത്തും ബർക്കത്തും തൗഫീഖും ലഭിക്കണമെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് അപേക്ഷിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഉദ്ദേശിക്കുക. ബിസ്മിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. വണ്ടിന്റെ മുന്നിലൊക്കെ കാണാം ഒരു നമ്പർ 756. 756 അത് ചിലരിങ്ങനെ അറബിയിൽ 756 എഴുതിയേക്കും, ചിലര് സാധാരണ നമ്മുടെ റോമൻ ലെറ്ററിൽ 756 എഴുതിയേക്കും. ഈ 756 ബിസ്മിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അറിയില്ല. ഇതുവരെ ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ബന്ധം കണ്ടുപിടിച്ചിട്ടില്ല. എവിടുന്ന് കിട്ടിയാന്നല്ല, ഈ അബ്ജദ് ഹൂവസ് ഖുത്തി കലമൻ എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾക്ക് സംഖ്യ കൊടുക്കുന്ന ഒരു സംഖ്യാശാസ്ത്രമുണ്ട്. അത് ആരോ സൗകര്യത്തിന് വേണ്ടി A for 1 B for 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ABC 1 2 പകരം ABCD ഇതിന്റെ രൂപമുണ്ടല്ലോ എന്നതുപോലെ അലിഫ് 1 ബായ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഒക്കെ പാടെ കൂട്ടിയപ്പോ എന്ത് കിട്ടി? 756 കിട്ടി. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം 756 എഴുതി വെച്ചാല് അത് ബിസ്മിക്ക് പകരമായി എന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ 756 നിസ്കാരം തുടങ്ങിയാൽ മതി. ആ നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ സൂറത്തിന് ഒരു നമ്പർ കിട്ടും, ഒരു 5362 കൈകാരം. അപ്പൊ അതാണ് പറഞ്ഞ നിസ്കാരാവില്ലല്ലോ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് തമാശയായിട്ട് തോന്നുക. അത്ര ഒരു തമാശയാണ് വണ്ടിന്റെ മുകളിൽ 756 എഴുതിക്കല്. അതിൽ യാതൊരു ഹിക്മത്തും ഇല്ല, അതിൽ യാതൊരു നിയമത്തും ഇല്ല, അതിൽ യാതൊരു ബർക്കത്തും ഇല്ല. അത് ഒരു വിധേയത്താണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാം. അങ്ങനത്തെ ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ല. പിന്നെ ബിസ്മി ഖത്തം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ട്. മരിച്ചവർക്ക് വേണ്ടി 10,000 ബിസ്മി ചൊല്ലിയിട്ട് ഹദിയ ചെയ്യാം. 10,000 ബിസ്മി ഒരാളെന്നെയോ അല്ലെങ്കിൽ ആൾക്കാർ കൂടിയിട്ട് ഓതിയിട്ട് ഹദിയ ചെയ്യാം. അത് ഇസ്ലാമിലുള്ള സംഗതിയല്ല. ബിസ്മിയുടെ തകിട്, ഉറുക്ക് ഇങ്ങനെയുള്ള സംഗതികൾ കെട്ടുകയോ കെട്ടിത്തൂക്കുകയോ ശരീരത്തിൽ ബന്ധിക്കുകയോ ഒക്കെ ചെയ്യാം. അത് കണ്ണേറിനും അപകടത്തിനും നാവ് തട്ടാതിരിക്കാനും ഒക്കെ പിന്നെ പരിഹാരമാണ് എന്ന രീതിയിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് ഇല്ലാന്ന് മാത്രമല്ല, അത്തരം സംഗതികൾ ശിർക്കുമാണ്. ശരീരത്തിൽ അത് ബന്ധിച്ചാൽ ഷിർക്കാണ്. അത്തരം സംഗതികൾ ദീനുൽ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല. 1200 ബിസ്മി ഒറ്റ ഇരിപ്പിന് ചൊല്ലിയാൽ ഞെട്ടിക്കുന്ന പുണ്യങ്ങൾ അങ്ങനെയൊക്കെ ഓരോരുത്തർ പിന്നെ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനത്തെ ഒന്നും ഇസ്ലാമിൽ അല്ലാഹു റസൂല് അങ്ങനെ ആരും പറഞ്ഞു ഞെട്ടിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. മുറാദ് ഹാസിലാകാൻ വേണ്ടി 756 തവണ 186 തവണ ഓതിയാല് അത് വെള്ളത്തിൽ ഊതി കുടിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അള്ളാഹു റസൂല് പറഞ്ഞിടത്ത് നിൽക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുക, ഉണരുമ്പോൾ ചൊല്ലുക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുക, വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലുക, വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുക, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുക, വുദു ചെയ്യുമ്പോൾ ചൊല്ലുക, ഖുർആൻ ഓതുമ്പോൾ ചൊല്ലുക, ഏതൊരു നന്മയെ ആരംഭിക്കുമ്പോൾ ചൊല്ലുക. അതൊക്കെ അള്ളാഹു റസൂല് പഠിപ്പിച്ചതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫദ്കുറുനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ. വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും നന്ദി കേട് കാണിക്കാതിരിക്കുക. ആ രീതിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക. അവനോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.